ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇത് അങ്കമാലി തൃശ്ശൂർ ഡയറക്ഷൻ അങ്കമാലി ടൗൺ സിഗ്നൽ കഴിഞ്ഞ് ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ബിസ്മി എന്ന് പറഞ്ഞ കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വടക്കുന്ന് വരുന്ന മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് വരുന്ന എയർപോർട്ടിൽ പോകുന്ന എല്ലാവർക്കും വേണ്ടി എയർപോർട്ടിൽ പോകുമ്പോൾ അങ്കമാലി ടൗണിലെ സിഗ്നൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമയം ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്കമാലി ടൗൺ ടച്ച് ചെയ്യാതെ തന്നെ എയർപോർട്ടിലേക്ക് പോകുന്നൊരു വഴിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കറുകുറ്റി ജംഗ്ഷനിൽ നിന്നാണ്. കറുകുറ്റി ജംഗ്ഷൻ അവിടെ ഒരു എലഗൻസ് എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിലൊരു ഹോട്ടലും ബാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഒരു ജംഗ്ഷനാണ് കറുകുറ്റി. ഇത് കഴിഞ്ഞ് കൃത്യം കറുകുറ്റിയിൽ നിന്ന് 1.5 കിലോമീറ്റർ കഴിയുമ്പോഴാണ് കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷൻ, അഥവാ അങ്കമാലി ടൗൺ സിഗ്നലിന് തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് സിഗ്നൽ. അതാണ് കരയാമ്പറമ്പ് ജംഗ്ഷൻ. അവിടേക്ക് വരുന്ന വഴിക്ക് നമ്മളൊരു ബൈ റോഡുണ്ട്, ബൈ റോഡിൽ എടുക്കുക. ബൈ റോഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷൻ കൂടാതെ തന്നെ അവിടെ സിഗ്നലിൽ കിടക്കാതെ തന്നെ നമുക്ക് ലെഫ്റ്റിലേക്ക് വണ്ടികളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് തിരിഞ്ഞു പോകാവുന്നൊരു വഴിയാണ്. അപ്പോൾ കൃത്യം കറുകുറ്റിയിൽ നിന്ന് 1.5 കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമുക്ക് ലെഫ്റ്റ് തിരിയേണ്ട സിഗ്നൽ കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷൻ. എല്ലാവർക്കും അറിയാം. ഈ കണ്ടോ, അവിടെ ഒരു മാമ്പ്ര ഓട്ടോസ് എന്ന് പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഗ്യാരേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ചെല്ലുന്ന ജംഗ്ഷനിൻ്റെ തൊട്ട് മുന്നായിട്ട് റൈറ്റ് സൈഡിലൊരു അടിപൊളി പള്ളിയുണ്ട്. ആ പള്ളി ശ്രദ്ധിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും, ആ പള്ളിയുടെ പിക്ചർ വരുന്നുണ്ട്. അകലയിൽ നിന്ന് തന്നെ കാണാം. അടിപൊളി പള്ളിയാണ്. ഈ പള്ളി കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ സിഗ്നൽ ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്കമാലിയിലെ ടൗണിലെ ബ്ലോക്ക് ചില സമയത്തൊക്കെ നമ്മളെ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ അവിടെ ഇരുത്താറുണ്ട്. അപ്പോൾ എയർപോർട്ടിലേക്കൊക്കെ കൃത്യസമയം പിടിച്ചു പോകുന്നവർക്ക് മാത്രം വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. വലിയ വണ്ടികളൊന്നും തന്നെ ഇതിൽ വരരുത്. കാരണം വലിയ വണ്ടികൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. എയർപോർട്ടിൽ പോകുന്ന കാറുകാർക്ക് വരാൻ പറ്റിയൊരു വഴിയാണ്. എയർപോർട്ടിൽ പോകുമ്പോൾ സമയം ലേറ്റായോ നിങ്ങൾക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് എയർപോർട്ടിൽ അങ്കമാലി ടൗണിലെ ബ്ലോക്ക് ഒന്നും കൂടാതെ തന്നെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ പള്ളി എത്തി റൈറ്റ് സൈഡിൽ. ഈ പള്ളി കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് ലെഫ്റ്റ് തിരിയേണ്ടത്. ലെഫ്റ്റ് തിരിയുന്നിടത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി പള്ളിയാണ്. കരയാമ്പറമ്പ് RC പള്ളിയാണിത്. ഇനി നേരെ വരുന്ന സിഗ്നൽ ജംഗ്ഷൻ. ഈ സിഗ്നൽ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. കണ്ടോ, വഴി അറിയാവുന്നവരൊക്കെ ഇതിൽ കയറി പോകാറുണ്ട്. അങ്കമാലിയിൽ ടൗൺ കൂടാതെ തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് MC റോഡിലേക്ക് കണക്റ്റ് ആവും ഈ വഴി. ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുക. നേരെ പോയി കഴിഞ്ഞാൽ അങ്കമാലി ടൗൺ. ഈ ലെഫ്റ്റ് തിരിയണ വഴി മൂക്കന്നൂർക്ക് പോകുന്ന വഴിയാണ്. മൂക്കന്നൂർ, ഫിസാറ്റ് അവിടേക്കൊക്കെ പോകുന്ന വഴിയാണ്. വേണമെങ്കിൽ ഏഴാറ്റുമുഖം അങ്ങനെയൊക്കെ പോകാം. ഇനി ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ 1-2 കപ്പേളകളുണ്ട്. അതിനുമുമ്പ് ഒരു സ്കൂളുണ്ട്. ഇതുണ്ടോ, ഒരു സ്കൂളാണ്. കുറച്ച് കഴിയുമ്പോൾ അടുത്തൊരു കപ്പേള വരും. കൃത്യം ഈ തിരിഞ്ഞ സ്ഥലത്ത് നിന്ന് 2.5 കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമുക്ക് റൈറ്റ് ടേൺ ചെയ്യേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കുക. കൃത്യം 2.5 കിലോമീറ്റർ കഴിയുമ്പോൾ ഇത് ആദ്യത്തെ ഒരു കപ്പേള. ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു കപ്പേളയുടെ വരും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് റൈറ്റ് തിരിയേണ്ടത് കേട്ടോ. ഏകദേശം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള റോഡ് സൈഡിലുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെയും. ആർക്കും വഴി തെറ്റാൻ ഒരു സാധ്യതയില്ല. വീഡിയോ 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ വഴി കൂടെ തന്നെ വരാം. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. എയർപോർട്ടിലേക്ക് വരുന്ന കാറുകൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വലിയ വണ്ടികൾ ഒരിക്കലും തന്നെ ഈ വഴി കൂടെ കയറി വരരുത്. ഉണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ചെറിയ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലൊരു കപ്പേള വരും. കപ്പേള കഴിഞ്ഞിട്ടാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ട സ്ഥലം വരുന്നത്. കൃത്യമായിട്ട് ഇനിയൊരു കപ്പേള വരുന്നുണ്ട്. കപ്പേള കഴിഞ്ഞിട്ട് കുറച്ച് ചെല്ലുമയാണ് ഇവിടെ ഉണ്ട് ഫർണിച്ചറിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് റൈറ്റ് തിരിയേണ്ടത്. ആ തിരിയേണ്ട സ്ഥലത്ത് സൈൻ ബോർഡ് ഉണ്ട്. കിടങ്ങൂർ റോട്ടിലേക്കാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. ഉണ്ടാവും ഓട്ടോറിക്ഷ പോണ വഴി. അവിടെ പ്രത്യേകം സൈൻ ബോർഡ്, ഇടതുവശത്തായിട്ട് സൈൻ ബോർഡ് ഉണ്ട്. കിടങ്ങൂർ റോഡാണിത്. കിടങ്ങൂർക്ക് പോണ വഴിയാണ്. കണ്ടോ, ഈ വഴിയാണ് ഇനി നമുക്ക് പോകേണ്ടത്. ചെറിയ വഴിയാണ്. അപ്പോൾ വലിയ വണ്ടികൾ ഒരിക്കലും വരാതിരിക്കുക. എയർപോർട്ടിൽ പോകുന്ന കാറുകാർക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴി എടുക്കുക. കണ്ടോ, ഇടതുവശത്തൊരു പള്ളിയുണ്ട്. ഈ പള്ളി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്.
അവിടെ നേരെ പോകുന്നൊരു വഴിയുണ്ട്, അതിൽ പോയത് നമുക്ക് റൈറ്റ് പോകണം. കൃത്യം ഈ റൈറ്റ് പോകണമെന്ന് 2.5 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഇനി നമുക്ക് റൈറ്റിലേക്ക് യു ടേൺ അടിക്കണം. ഇനി ഇവിടെ വേറെ തിരിവുകളും കാര്യങ്ങളൊന്നുമില്ല, നേരെ കാണുന്ന മെയിൻ വഴിയിലേക്ക് നമുക്ക് പോകാം. കൃത്യം 2.5 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ഒരു റോഡിലേക്കാണ് ചെന്ന് ചേരുന്നത്. ഈ വഴി ഇവിടെ ഒന്നും തിരിയരുത്, മെയിൻ റോഡിൽ കൂടെ തന്നെ പോരാ. ഇത് സ്ട്രൈറ്റ് ചെല്ലുന്ന റോഡ് തുറവൂർ മഞ്ഞപ്ര റോഡിലേക്ക്, അങ്കമാലി തുറവൂർ മഞ്ഞപ്ര റോഡിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അവിടെ നമ്മൾ യു ടേൺ അടിക്കണം. റൈറ്റ് യു ടേൺ അടിക്കുമ്പോൾ തന്നെ ഇടതുവശത്ത് ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ, ഒരു വലിയൊരു അറിയപ്പെടുന്നൊരു പള്ളിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്കത് വഴി കാണാം. ചെറിയ വഴിയാണ്, അപ്പോൾ വലിയ വണ്ടികളൊന്നും തന്നെ വരാതിരിക്കുക. വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. എങ്ങും തിരിയരുത്. നമുക്ക് നേരെ കാണുന്ന വഴിക്കൂടെ തന്നെ ഈ വീഡിയോ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഫുള്ള് കവർ ചെയ്തത്. ചില സമയത്തൊക്കെ അങ്കമാലിൽ ഒത്തിരി ബ്ലോക്ക് വരാറുണ്ട്. നമ്മൾ അങ്കമാലിലെ ബ്ലോക്ക് കൂടുതലാണെന്ന് എങ്ങനെ തിരിച്ചറിയാന്നുള്ളത്, നിങ്ങൾ കരയാമ്പറമ്പ് സിഗ്നലിൻ്റെ അവിടെ വരുമ്പോൾ ആ പാലത്തിൻ്റെ ഫ്രണ്ടിൽ ഓരോ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടാണ് കാണാം. അത് അങ്കമാലി ബ്ലോക്കാണ്. അങ്ങനെ നിർത്തിയിട്ടേക്കുമ്പോൾ കരയാമ്പറമ്പ് സിഗ്നലിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ടിൽ വണ്ടികൾ അവിടെ നിർത്തിയിട്ടാണത്. അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴി തന്നെ തിരഞ്ഞെടുക്കുക. കാരണം അങ്കമാലി ടൗണിൽ എത്തണമെങ്കിൽ ഒത്തിരി സമയം കഴിയേണ്ടി വരും. മാത്രമല്ല അങ്കമാലി ടൗണിലും തിങ്ങും. ആ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൻ്റെ അവിടെയൊക്കെ നല്ല തിങ്ങലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയം ലാഭിക്കാം, നിങ്ങൾക്ക് കൃത്യം സമയത്ത് ചെല്ലാൻ പറ്റും ഈ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ. ഇനി കരയാമ്പറമ്പ് സിഗ്നലിൽ വരുമ്പോൾ അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊന്നും കണ്ടില്ല, ഫ്രണ്ടിൽ വണ്ടികളൊക്കെ കാലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി കൂടെ വരേണ്ട ആവശ്യമില്ല, നേരെ തന്നെ പോവാം. ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക ഈ വഴി. ഈ വഴി എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്, ഒട്ടും കട്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വഴി തെറ്റാൻ ഒരു സാധ്യത തന്നെ ഇല്ല. ഇത് റൈറ്റ് സൈഡിലൊരു അമ്പലമാണ്. നമുക്ക് നേരെ ചെല്ലുമ്പോൾ ഇനി റൈറ്റ് യു ടേൺ ആണ് എടുക്കേണ്ടത്. ആ വളവും തിരിവും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും വഴി തെറ്റില്ല. ഇവിടെ ഒരു PDDPയുടെ സൊസൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു PDDPയുടെ സൊസൈറ്റിയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് റൈറ്റ് യു ടേൺ അടിക്കണം. റൈറ്റ് യു ടേൺ. ഇത് അങ്കമാലി തുറവൂർ മഞ്ഞപ്ര റോഡാണ്. ഈ ചെന്ന് കയറുന്ന വഴി അങ്കമാലി തുറവൂർ മഞ്ഞപ്ര റോഡാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് യു ടേൺ അടിക്കണം. വണ്ടിയൊക്കെ വരേണ്ടതെന്ന് നോക്കി ശ്രദ്ധാപൂർവം നമുക്ക് വണ്ടി എടുക്കാം. ഇനി ഇടതുവശത്ത് കാണുന്ന ഒരു വലിയ പള്ളിയാണ്. ഒത്തിരി ആൾക്കാരൊക്കെ വരുന്ന യൂദാപുരം പള്ളിയാണത്. എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇതിലിപ്പോൾ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അറിയാം. ഒരുപാട് അകലെ നിന്നൊക്കെ വരുന്ന ഉണ്ടോ, അടിപൊളി പള്ളിയാണ്. ഈ പള്ളി കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ലെഫ്റ്റാണ് ടേൺ ചെയ്യേണ്ടത്. ഫസ്റ്റ് ലെഫ്റ്റ് തിരിയണ വഴി കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ തിരിയരുത്, നമുക്ക് തിരിയാൻ പോണ വഴി വരുന്നുള്ളൂ. ഇത് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ തെറ്റില്ല. ഒരു ചെറിയൊരു പാലം പോലെ വരുന്നുണ്ട്, കണ്ടോ. കണ്ടോ, ഇനിയാണ് നമുക്ക് ലെഫ്റ്റ് തിരിയേണ്ടത്. ഇവിടെ ഒരു കാറിൻ്റെ AC എന്നൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യൂദാപുരം പള്ളി കഴിഞ്ഞ് രണ്ടാമത്തെ ലെഫ്റ്റിലേക്കാണ് നമ്മൾ തിരിഞ്ഞത്. ഈ രണ്ടാമത്തെ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. ഇനി ഇവിടുന്ന് നമ്മൾ റൈറ്റ് പോകണം. ഇനി നമ്മൾ വേറെ ഒരു സ്ഥലത്തും തിരിയേണ്ടത്. ഇനി സ്ട്രൈറ്റ് ആണ് ഈ വഴി. ഈ വഴി ചെന്ന് ചേരുന്നത് നമ്മൾ MC റോഡിലേക്കാണ് കണക്റ്റ് ആവുന്നത്. അങ്കമാലി പെരുമ്പാവൂർ MC റോഡിലേക്കാണ് ഈ വഴി കണക്റ്റ് ആവുന്നത്. അത്യാവശ്യം കാറുകൾക്കൊക്കെ സുഖമായിട്ട് പോകാവുന്നൊരു വഴിയാണ്. വലിയ വണ്ടികൾ വന്നാൽ മാത്രമാണ് നമുക്ക് ഒരു തിങ്ങൽ അനുഭവപ്പെടുന്നത്. എന്നാലും നമുക്ക് തിരിച്ചുകൊണ്ടൊക്കെ പോകാം. ഈ വഴി വേറെ ഒന്നും തിരിയാനൊന്നുമില്ല, നേരെ തന്നെ പോവാം. ഈ പോകുന്ന റോഡ് സൈഡാണ് നമ്മുടെ ചാലക്കുടി MP-യുടെ വീട് ഇവിടെയാണ്. ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞ MP-യുടെ വീട് ഇവിടെയാണ്. ഉണ്ട്, ഈ വണ്ടികളൊക്കെ അങ്കമാലിലെ ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടി പോണതാണ്. അറിയാവുന്നവരെല്ലാവരും തന്നെ ഈ വഴി കൂടെ പോകും. എന്നാലും വലിയൊരു ബ്ലോക്ക് ഈ വഴിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കാറിൽ വരുന്നവർക്ക് സുഖമായിട്ട് വരാം. വലിയ വണ്ടികൾ മാത്രം വന്നാലാണ് ഇനി നമുക്ക് ചെറിയൊരു തിക്ക് വരാൻ സാധ്യതയുള്ളത്. അത് വല്ലപ്പോഴും ഒരിക്കൽ വരുള്ളൂ.
ഇവിടെ ഒന്നും നമുക്ക് തിരിയേണ്ട ആവശ്യമില്ല, നേരെ തന്നെയാണ് പോകേണ്ടത്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കട്ടായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് വഴി തെറ്റൂല എന്ന് തന്നെ ഉറപ്പിക്കാം. ഈ വഴി നേരെ നമുക്ക് ചെല്ലുന്ന MC റോഡിലേക്കാണ്. ഇനി നിങ്ങൾ നേരെ കാണുന്ന റോഡാണ് MC റോഡ്. ഇവിടെ കണ്ടോ ഐ ലവ് യു അങ്കമാലി എന്ന് പറഞ്ഞ പിള്ളേർക്കൊക്കെ ഉണ്ടോ, പിള്ളേരൊരു ചെറിയൊരു ജിംനേഷ്യം സെറ്റപ്പ് ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിലൊരു വണ്ടികളുടെ സ്പെയർ പാർട്സ് വെക്കുന്ന കടകളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് MC റോഡിലേക്കാണ്. റൈറ്റ് പോയി കഴിഞ്ഞാൽ അങ്കമാലി ടൗൺ, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കാലടി പെരുമ്പാവൂർ. നമ്മൾ ഇവിടുന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 500 മീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്നൊരു വഴി. ഇനി എല്ലാവർക്കും വഴി ഏകദേശം അറിയാവുന്ന വഴികളും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ഇനി നേരെ നിസ്സാര ദൂരമുള്ളൂ നമുക്ക് എയർപോർട്ടിലേക്ക് തിരിയാനായിട്ട്. ഇനി എല്ലാവർക്കും അറിയാവുന്നൊരു വഴി തന്നെയായിരിക്കും. എയർപോർട്ടിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കൊരു ചെറിയൊരു ഇറക്കിറങ്ങിയുണ്ട്. നമുക്ക് റൈറ്റാണ് തിരിയേണ്ടത്. നായത്തോട് വഴി എയർപോർട്ടിലേക്ക് പോകുന്നൊരു വഴിയാണ്. തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന എല്ലാ വണ്ടികളും എയർപോർട്ടിലേക്ക് പോകുന്നൊരു വഴി ഇതായിരിക്കും. ഇനി നമുക്ക് റൈറ്റ് ടേൺ ചെയ്യണം. ഇവിടെ സിഗ്നലും കാര്യങ്ങളൊന്നുമില്ല, വളരെ ശ്രദ്ധിച്ച് ടേൺ ചെയ്യേണ്ട ഒരു വഴിയാണ്. അവിടെ നിന്നൊക്കെ നല്ല സ്പീഡിലായിരിക്കും വണ്ടികൾ വരുന്നത്. അപ്പോൾ നോക്കി നമ്മൾ റൈറ്റ് ടേൺ ചെയ്യുക. ഈ റൈറ്റ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വെറും 4 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഇവിടുന്ന്. റൈറ്റ് സൈഡിൽ കണ്ടൊരു സ്കൂളാണ്. ഇത് നായത്തോട് എയർപോർട്ട് റോഡാണ്. ഈ റോഡ് എല്ലാവർക്കും പരിചയമുള്ള റോഡായിരിക്കും. നല്ല വീതിയുള്ള അടിപൊളി റോഡാണ്. ഇത് കവരപ്പറമ്പ് ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. ഞങ്ങളുടെ കവരപ്പറമ്പിലെ കാത്തോലിക്സ് പള്ളിയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. വളരെ ശ്രദ്ധിക്കണം. ഇവിടെ വീതി കൂടിയ വഴി, പെട്ടെന്ന് വീതി കുറയുന്ന സ്ഥലമാണത്. ഞാൻ ശ്രദ്ധിച്ച് ഇതിനകത്ത് നോക്കി വീഡിയോ എടുത്തിട്ടുണ്ട്. രാത്രിക്ക് വരുന്നവർ ശ്രദ്ധിക്കണം. കണ്ടോ, ഇവിടെ വെച്ചിട്ട് ഈ വഴി ഇനി പകുതി വീതി ഉണ്ടാവുള്ളൂ. നേരത്തെ വന്ന അത്രയും വീതി ഉണ്ടാവില്ല, ഇനി പകുതി വീതി ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി പോകാതെ ശ്രദ്ധിക്കുക. ഇനി ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വേണ്ട ഒരു പഞ്ചാബി ധാബ തുടങ്ങിയിട്ടുണ്ട്, ഖുറാന ധാബ എന്ന പേര്. ഇതൊരു ഇടതുവശത്തുള്ളൊരു പള്ളിയാണ്, യാക്കോബായ സുറിയാനി പള്ളി, നായത്തോട്. ഈ വഴിയൊക്കെ എല്ലാവരും ഒട്ടുമിക്കവരും പരിചയമുള്ള വഴി തന്നെയാണ്. ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന ജംഗ്ഷൻ നായത്തോട് സ്കൂൾ ജംഗ്ഷൻ. ഇവിടെ ഇടതുവശത്തൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സ്കൂള്, മഹാകവി ജി മെമ്മോറിയൽ സ്കൂളാണ്. ഞങ്ങളൊക്കെ പഠിച്ച സ്കൂൾ തന്നെയാണിത്. ഇതിപ്പോൾ എയർപോർട്ടിന് അടുത്തു ഏകദേശം. ഈ വഴികളൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം. നമ്മൾ എന്തായാലും എല്ലാ വഴികളും കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ അറിയാവുന്ന വഴിയായാലും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ടേണിംഗ് ഒക്കെ രാത്രി വരുന്നവർ വളരെ ശ്രദ്ധിക്കണം. വീതി കുറഞ്ഞ വഴിയായതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഫുള്ള് കയറിയായിരിക്കും തന്നെ, നടുക്കേക്ക് കയറിയായിരിക്കും തന്നെ. അപ്പോൾ ഈ ടേണിംഗ് ഒക്കെ ഭയങ്കര ഡേഞ്ചർ ടേണിംഗ് ആണ് രാത്രി. ഇവിടെ വഴിവിളക്കുകളോ കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. അതുകൊണ്ട് വണ്ടികൾ രാത്രി വരുന്നവർ വളരെ ശ്രദ്ധിച്ചു വരേണ്ട വഴികളാണ് ഈ ടേണിങ്ങും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ നേരെ നിസ്സാരമുള്ളൂ. ഇനിയിപ്പോൾ നേരെ ചെല്ലുന്നത് എയർപോർട്ട് മറ്റൂർ റോഡിലേക്കാണ്. ഈ റോഡ് ചെന്ന് ചേരുന്നത്. ഇവിടെ ഇടതുവശത്തൊരു യാക്കോബായ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെൻറ്റ് ജോൺസ്. ഇനി നേരെ ചെല്ലുന്ന റോട്ടിൽ നിന്ന് നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മറ്റൂർ കാലടിയിലേക്ക് പോകുന്ന വഴിയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോകണം. ഇവിടെ വരുമ്പോൾ ഒരു 2-3 വണ്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണും. എയർപോർട്ടിൽ നിന്നുള്ള വണ്ടികൾ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ 2 മിനിറ്റ് നിൽക്കേണ്ടി വരും മിക്കപ്പോഴും വന്നു കഴിഞ്ഞാൽ. നമ്മുടെ ബൈക്കാണ് കേട്ടോ.
സ്കൂട്ടറിലിരുന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കയറി പോകുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ കാർ കൊണ്ട് കുത്തി കയറ്റിയെന്നായിരിക്കും. ഒരിക്കലും അങ്ങനെയല്ല, സ്കൂട്ടറിലാണ് നമ്മൾ വന്ന് വീഡിയോ എടുത്തിരിക്കുന്നത്. കണ്ടോ രസതന്ത്ര ഹോട്ടൽ. ഇനി നേരെ ഉള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്കുള്ളൊരു വഴിയാണ്. എല്ലാവർക്കും കാണാപാടായിട്ടുള്ള വഴിയാണ്. ഇവിടെ ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രി അവിടെ ഭയങ്കര ട്രാഫിക് വരാറുണ്ട്. ഇവിടെ ചായക്കടകളിൽ ചായ കുടിക്കാൻ വേണ്ടി ഒരു ഒതുക്കിയിടില്ല വണ്ടി ഇട്ട് തിരിക്കലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ രാത്രി. അപ്പോൾ രാത്രി വരുന്നവർ ശ്രദ്ധിക്കുക, ഇവിടെ വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വരണം. ഇനി നമ്മൾ ലെഫ്റ്റാണ് ടേൺ ചെയ്യേണ്ടത്. നേരെ പോയി കഴിഞ്ഞാൽ കരിയാട് പോകുന്ന റൂട്ടാണ്. കരിയാട് വഴി ആലുവയ്ക്ക് പോകാം. നമ്മളിങ്ങനെ ലെഫ്റ്റ് ടേൺ ചെയ്ത് നേരെ കാണുന്ന എയർപോർട്ടിൻ്റെ ഒരു കോമ്പൗണ്ടിലേക്ക് ഏകദേശം നമ്മൾ കടന്നു. ഇനിയിപ്പോൾ നേരെ ചെല്ലുന്ന റൗണ്ടിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുക്കണം. ഈ റൗണ്ട് ഔട്ടിൽ നിന്ന് നമുക്ക് റൈറ്റാണ് എടുക്കേണ്ടത്. പിന്നെ റൈറ്റ് എടുത്തിട്ട് നേരെ ചെല്ലുമ്പോൾ ലെഫ്റ്റിൽ കാണുന്നതാണ് ഇൻ്റർനാഷണൽ ടെർമിനലിലേക്കുള്ള വഴി. കണ്ടോ, ഇതാണ് ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് പോണ വഴി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വഴികളും കാര്യങ്ങളൊക്കെ അറിയാത്തവർ അല്ലെങ്കിൽ അങ്കമാലി ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വരാം. അതുപോലെ തന്നെ വലിയ വണ്ടികൾ ഒരിക്കലും തന്നെ വരരുത്. എയർപോർട്ടിലേക്ക് വരുന്നവർക്ക് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്, സമയം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മാത്രം വരിക. എല്ലാവർക്കും ഉപകാരപ്പെടും 100%. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.